അപ്പാനിയും അതേപോലെ തന്നെ അക്ബറും തമ്മിലുള്ളൊരു സംഭാഷണമാണ്. അപ്പാനി പറയാണ്, ഈ സരിക ചേച്ചി ഒന്നും എന്നെ പുറത്ത് പോയിട്ട് വിളിച്ചതേ ഇല്ല, കാരണം സരിക ചേച്ചി ഔട്ടായത് നമ്മുടെ ഗ്രൂപ്പിൽ ചേർന്നത് കൊണ്ടാണ് എന്ന് പുറത്ത് ഭയങ്കരമായിട്ട് പറഞ്ഞു. അപ്പോൾ സരിക ചേച്ചി അതിൻ്റെ പേരിൽ ഭയങ്കര കരച്ചിലായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ അപ്പാനി പറയുകയാണ്. അപ്പോൾ അക്ബർ ചോദിച്ചു, നീ അല്ലേ ഈ സരികയും ബിന്നിയൊക്കെ നമ്മുടെ ഗ്രൂപ്പിൽ ചേർക്കാൻ വേണ്ടി നടന്നത്? എടാ, നിനക്ക് അറിയത്തില്ല, അതൊക്കെ വലിയ പണിയാവും, നമ്മൾ വേണമെന്ന് വെച്ച് ചെയ്തതല്ല. അപ്പോൾ അക്ബറിനറിയാം ആ ഗ്രൂപ്പിൽ ചേർന്നവരെല്ലാം ഔട്ടായി, ചന്നം പിന്നെ പോവായിരുന്നു, അവസാനം ആര്യൻ വരെ. അപ്പോൾ ഈ സരിക ചേച്ചി ഇതൊക്കെ അറിഞ്ഞു വെച്ചിട്ടും എന്തുകൊണ്ടാണ് തിരിച്ച് വന്നിട്ട് ഈ ഗ്രൂപ്പിൽ തന്നെ ചേർന്നിട്ട് ഇങ്ങനെ കളിക്കുന്നത്, നെഗ് അടിക്കാൻ വേണ്ടി? ഗ്രൂപ്പിൽ ചേർന്നതിനോ ആരോടും മിണ്ടുന്നതിനോ ഒരു കുഴപ്പമില്ല. എനിക്ക് അവിടെ ആകപ്പാടെ, അതായത് ആ ഒരു ബുള്ളി ഗ്യാങ്ങിൽ എനിക്ക് ആകപ്പാടെ കുറച്ച് ന്യൂട്രലായിട്ടെങ്കിലും നിൽക്കുന്നത് തോന്നിയത് റെന ഫാത്തിമയാണ്. ആ പെങ്കോച്ചിന് കുറച്ച് പ്രായമേ ഉള്ളെങ്കിലും ഉണ്ടല്ലോ, മറ്റുള്ളവരെക്കാട്ടിലൊക്കെ ഇളയതാണെങ്കിലും നല്ല മെച്യൂരിറ്റിയോടെ ബിഹേവ് ചെയ്യുന്നത്. ഓവറായിട്ട് ആരുടെയും കുറ്റം പറയാനും, കാരണം എല്ലാവർക്കും അറിയാം പുറത്ത് അനുമോൾക്ക് നല്ല സപ്പോർട്ടാണ്. നമ്മൾ അനുമോളെ ആരും ഒന്നും പറയരുതെന്നല്ല പറയുന്നത്, പക്ഷെ ഒരു പരിധിയുണ്ട്. റെന ഫാത്തിമ ആണെങ്കിൽ പോലും നൂറയ്ക്കും ആദിലയ്ക്കും ഒക്കെ ഹിൻഡ് കൊടുക്കുന്നുണ്ട്, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇന്ന പ്രശ്നങ്ങൾ വരും, നിങ്ങളങ്ങനെ ചെയ്യാൻ പാടില്ല. അനുമോളുടെ കുറ്റം പറയുന്നുണ്ട്, അനുമോൾ പുറത്ത് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പുറത്ത് ഗ്ലോറിഫൈ ചെയ്യപ്പെടുകയാണ് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. പക്ഷേ പല കാര്യങ്ങളിലും റെന അവിടെ മൗനം പാലിക്കുന്നു. റെനയ്ക്ക് പറയാവുന്ന കുറേ കാര്യങ്ങൾ റെന മൗനം പാലിച്ച് എല്ലാവരെയും അടുത്ത് വന്നിരുന്ന് മിങ്കിൾ ചെയ്യാനും അനുമോളോട് കുറച്ച് മനസ്സ് തുറക്കാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. മാത്രമല്ല മറ്റുള്ളവരുടെ അടുത്ത് പോയിട്ട് ന്യൂട്രലായിട്ട് നൈസായിട്ട് അനുമോളോട് കുറ്റം പറയുന്നതും ഉണ്ട്. പക്ഷേ ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യും? സരിക ചേച്ചിയൊക്കെ ഇല്ലാത്ത കാര്യങ്ങൾ ഇഞ്ചക്റ്റ് ചെയ്ത് മറ്റുള്ളവരുടെ മൈൻഡിൽ കൊടുത്താൽ നൂറേയും ആദിലയൊക്കെ മാറ്റി അവർ നല്ല രീതിക്ക്, ഈ ആൾക്കാർ വന്നില്ലായിരുന്നെങ്കിൽ, ഈ ഒരു കണ്ടസ്റ്റൻസ് തിരിച്ച് കയറി റീ എൻട്രി ഇല്ലായിരുന്നെങ്കിൽ നല്ല രീതിക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോകേണ്ട രണ്ടാൾക്കാർ ആദില നൂറ. കാരണം ആ ഒരു ലാസ്റ്റ് മൊമെൻറ്റിൽ ഒരു ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ പോലും അനുവിൻ്റെ അടുത്ത് നല്ല രീതിയിൽ ബിഹേവ് ചെയ്ത് നല്ലൊരു രീതിക്ക് പൊക്കോണ്ടിരുന്ന ആ ഒരു കാര്യം ഈ റീ എൻട്രികൾ വന്നതോടുകൂടിയാണ് തകിടം പറഞ്ഞ് അതിൽ ഇത്രയും നെഗറ്റീവായി പുറത്തു പോയത്. അപ്പോൾ സരിക ചേച്ചിക്ക് ഇതെല്ലാം അറിഞ്ഞു വെച്ചിട്ടാണ് സരിക ചേച്ചി പിന്നെയും ഇങ്ങോട്ട് വന്നിട്ട് ഈ ഒരു പണി ഇവിടെ കാണിച്ച് കൂട്ടുന്നത്. അപ്പം സരിക ചേച്ചി ഇതെല്ലാം അറിഞ്ഞതാണ് അല്ലേ? എന്നിട്ട് സരിക ചേച്ചിക്ക് എന്തിൻ്റെ അസുഖമായിരുന്നു എന്നുള്ളത് ചോദിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും തിരിച്ചു പോകുമ്പോൾ ഇനി എന്താണ് സരിക ചേച്ചിക്ക് കിട്ടാൻ പോകുന്നത്? ഈ കലാഭവൻ സരിക എന്നുള്ളത് കലാപം സരിക എന്ന് വരെ വിളിച്ചു തുടങ്ങിയിട്ടുണ്ട് ആൾക്കാർ. ഇത്ര വിഷമമുള്ള ആൾ ഇവിടെ വന്നിട്ട് ഈ പണി ചെയ്യരുതായിരുന്നു. അപ്പോൾ പുള്ളിക്കാരത്തി ഇവിടെ നിന്നാലും ഔട്ടാവാൻ ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരാളാണ്. അതേപോലെ ബിൻസിയുടെ കാര്യം, ബിൻസി എല്ലാവരും പുറത്തു പോയപ്പോൾ ബിൻസി ഔട്ടാവണ്ട എന്ന് പറഞ്ഞ ആൾക്കാർ ഇപ്പം ബിൻസിയുടെ യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും തുറന്ന് നോക്കിയാൽ നീ ഔട്ടായത് നന്നായിടി എന്ന് പറഞ്ഞു. എന്തിനാ വെറുതെ ആ ഉള്ള വിലയും കൂടെ അകത്ത് പോയി കളഞ്ഞത്? അവർ വിചാരിക്കും ഞങ്ങൾക്ക് മനസ്സമാധാനം കിട്ടുന്നത്. എന്ത് മനസ്സമാധാനം? നെഗറ്റീവ് ആക്കാൻ പോയിട്ടുള്ള നെഗറ്റീവും കൂടെ മേടിച്ച് കൂട്ടിയെന്നാൽ അത് ഒരു മനസ്സമാധാനം ഇനി കിട്ടാൻ പോകുന്നില്ല. അതേപോലെ അക്ബർ തന്നെ പറഞ്ഞു, ഈ സരികേനെയും ബിന്നിനെയൊക്കെ ഗ്രൂപ്പിൽ വിളിച്ച് കൂട്ടിയതാണെന്ന്. ഇവർക്കാർക്ക് ഒറ്റയ്ക്ക് നിന്ന് കളിക്കാൻ വയ്യേ? അനുമോൾ ഒറ്റയ്ക്കല്ലേ നിന്ന് കളിക്കുന്നത്? എന്തായാലും ഡിസേർവിങ് അനുമോൾ തന്നെയാണ് കേട്ടോ. ഒരാളുടെ ഗ്രൂപ്പ് കൂടി കുറ്റം പറഞ്ഞ് കുന്നായ്മ പറഞ്ഞ് കളിച്ചിട്ടില്ല, ഒറ്റയ്ക്ക് നിന്ന് കളിച്ചിട്ടുണ്ട്.